2023-24 സീസണിൽ ഒരു കിരീടം പോലുമില്ലാതെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമായ അൽ നസർ എഫ്സിയുടെ മത്സരങ്ങൾ. സീസണിലെ അവസാന ടൂർണമെന്റായ കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിന്റെ ഫൈനലിൽ കരുത്തന്മാരായ അൽ ഹിലാലിനോട് അൽ നസർ പരാജയപ്പെടുകയായിരുന്നു. നിശ്ചിത സമയത്തും അധിക സമയത്തും 1-1 എന്ന നിലയിൽ തുടർന്ന മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് അൽ ഹിലാൽ സ്വന്തമാക്കിയത്. ഫൈനലിൽ പരാജയപ്പെട്ടതിനു ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ കരഞ്ഞുകൊണ്ട് മൈതാനം വിട്ടത് ആരാധകരെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു. കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസ് കിരീടമുയർത്തി ഈ സീസൺ തലയെടുപ്പോടെ അവസാനിപ്പിക്കാൻ എത്തിയ അൽ നസറിന് നിരാശ നൽകുന്ന തുടക്കമാണ് മത്സരത്തിന്റെ ആദ്യം മുതൽ തന്നെ ലഭിച്ചിരുന്നത്. കളിയുടെ 7-ാം മിനിറ്റിൽ സെർബിയൻ താരം അലക്സാണ്ടർ മിട്രോവിച്ച് നേടിയ ഗോളിൽ അൽ ഹിലാൽ മുന്നിലെത്തി. മാൽക്കം നൽകിയ ക്രോസിൽ നിന്ന് ഹെഡറിലൂടെയാണ് മിട്രോവിച്ച് ഗോൾ നേടിയത്. കളിയുടെ 53-ാം മിനിറ്റിൽ ഗോൾ കീപ്പർ ഡേവിഡ് ഒസ്പിന ചുവപ്പ് കാർഡ് കണ്ടതോടെ അൽ നസർ 10 പേരായി ചുരുങ്ങി. ബോക്സിന് പുറത്തിറങ്ങി കൈകൊണ്ട് പന്ത് തട്ടിയതിനായിരുന്നു ഒസ്പിന കാർഡ് വാങ്ങി പുറത്തായത്. മത്സരത്തിന്റെ 87-ാം മിനിറ്റിൽ ട്വിസ്റ്റ് നടന്നു. അൽ നസർ താരത്തിനെ തലകൊണ്ടിടിച്ചതിന് അൽ ഹിലാലിന്റെ അലി അൽ ബുല്യാഹിക്ക് ചുവപ്പ് കാർഡ് കിട്ടി. തൊട്ടടുത്ത മിനിറ്റിൽ ഐമൻ യഹിയ ഗോൾ നേടിയതോടെ അൽ നസർ മത്സരം സമനിലയിലാക്കി 1-1 എന്ന നിലയിലെത്തി. ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിൽ 2-ാം മഞ്ഞക്കാർഡും ചുവപ്പ് കാർഡും വാങ്ങി കൗലിബാലി പുറത്തായതോടെ അൽ ഹിലാൽ 9 പേരായി ചുരുങ്ങുകയും ചെയ്തു. നിശ്ചിത സമയത്ത് സ്കോർ സമനിലയിൽ തുടർന്നതോടെ കളി 30 മിനിറ്റ് അധിക സമയത്തേക്ക് കൂടി കടന്നു. അധിക സമയത്തും ഇരു ടീമുകളും 1-1 എന്ന നിലയിൽ തുടർന്നതോടെ കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലെത്തി. ആവേശകരമായ ഷൂട്ടൌട്ടിൽ 5-4 അൽ നസറിനെ മറികടന്ന അൽ ഹിലാൽ കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസ് കിരീടവും സ്വന്തമാക്കി. 2023 ജനുവരിയിൽ അൽ നസർ എഫ്സിയിൽ ചേർന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കിരീടമാണ് ടീമിനൊപ്പം നേടിയത്. കഴിഞ്ഞ വർഷം നടന്ന അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പിലായിരുന്നു ഇത്. റൊണാൾഡോ ഇരട്ട ഗോളുകൾ അടിച്ചു തിളങ്ങിയ ഫൈനലിൽ അൽ ഹിലാലിനെയാണ് അൽ നസർ വീഴ്ത്തിയത്. 2022-23 സീസണിൽ സൗദി പ്രോ ലീഗിൽ 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അൽ നസർ 2023-24 സീസണിലും അതേ സ്ഥാനം നിലനിർത്തുകയായിരുന്നു. നെയ്മർ ജൂനിയറിന്റെ ക്ലബ്ബായ അൽ ഹിലാലാണ് ഈ സീസണിൽ സൗദി പ്രോ ലീഗിൽ കിരീടം ചൂടിയത്. 34 കളികളിൽ 31 ജയവും 3 സമനിലകളും സ്വന്തമാക്കി 96 പോയിന്റോടെയാണ് അൽ ഹിലാൽ 1-ാം സ്ഥാനം നേടിയത്. ക്രിസ്ത്യാനോയുടെ അൽ നസർ ആകട്ടെ 34 കളികളിൽ 26 ജയവും 4 വീതം സമനിലകളും തോൽവിയും അടക്കം 82 പോയിന്റുമായിട്ടാണ് ലീഗിൽ 2-ാം സ്ഥാനത്ത് ഇപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വ്യക്തിപരമായി 2023-24 സീസൺ റൊണാൾഡോയ്ക്ക് വളരെ മികച്ചതായിരുന്നു. ഗോൾ അടിക്കുന്നതിനൊപ്പം ഗോൾ അടുപ്പിക്കുന്നതിലും റൊണാൾഡോ മികച്ചു നിന്നു. സൗദി പ്രോ ലീഗിൽ ഇക്കുറി 31 കളികളിൽ 35 ഗോളുകൾ അടിച്ചുകൂട്ടിയ റൊണാൾഡോ 11 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ലീഗിൽ ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് ജേതാവായ റൊണാൾഡോ അസിസ്റ്റ് നേട്ടത്തിൽ 3-ാം സ്ഥാനത്തുണ്ട് എന്നതാണ് ശ്രദ്ധേയം. ഈ സീസണിലെ മൊത്തം കണക്കുകൾ നോക്കുമ്പോൾ 45 കളികളിൽ നിന്ന് 44 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് 39-കാരനായ റൊണാൾഡോയുടെ സമ്പാദ്യം. 2023 ജനുവരി മുതൽ അൽ നസറിനായി കളിക്കുന്ന റൊണാൾഡോയുടെ നിലവിലെ കരാർ അടുത്ത സീസണിന് ശേഷം അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ ഈ കരാർ ദീർഘിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നതാണ് സൂചനകൾ. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അൽ നസറുമായുള്ള കരാർ 1 വർഷത്തേക്ക് കൂടി നീട്ടാനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തയ്യാറെടുക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ 2026 ജൂൺ വരെ അൽ നസറിൽ തന്നെ റൊണാൾഡോ തുടരും. ഇത് അടുത്ത ഫിഫ ലോകകപ്പ് എത്തുമ്പോഴും ഏറ്റവും മികച്ച ഫിറ്റ്നസിലും ഫോമിലും തുടരാൻ റൊണാൾഡോയെ സഹായിച്ചേക്കും.